കഴിഞ്ഞ തവണ അവസാനം പറഞ്ഞത് എയർപോർട്ടിലെത്തി ഭയങ്കര തണുപ്പായിരുന്നു. എന്തൊരു തണുപ്പായിരുന്നു അവിടെ, ഭയങ്കര കാറ്റുണ്ടായിരുന്നു. ജാക്കറ്റ് തന്നത് കൊണ്ട് തണുപ്പിന് അതൊന്ന് രക്ഷപ്പെട്ടു. അപ്പം കഴിഞ്ഞ തവണ എന്നെ അവസാനം പറഞ്ഞത് പിന്നെ എയർപോർട്ടിൻ്റെ പുറത്ത് നിന്നപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൗണ്ടറിൻ്റെ അവിടെ ഇങ്ങനെ ഗ്രീൻ കാർഡ് ഇല്ല. അതുകൊണ്ട് അവരിങ്ങനെ എന്തോ ഭയങ്കര സംശയം പോലെ അവരവിടെ എന്തോ കാണിച്ചു. പിന്നെ ഒരാൾ പാസ്പോർട്ട് തുറന്നു നോക്കിയപ്പോൾ വിസ ഉള്ളത് കൊണ്ടെങ്ങാണ്ട് പോകാൻ സമ്മതിച്ചു എന്ന് തോന്നുന്നു. പിന്നെ എയർ ഇന്ത്യയിലായിരുന്നു. എയർ ഇന്ത്യ ബോയിങ് 747 ജംബോ ജെറ്റിലായിരുന്നു പോയത്. അത് പാരീസിൽ നിർത്തി. പിന്നെ ബോംബെയിലേക്കായിരുന്നു അത്. പിന്നെ ബോംബെയിൽ നിന്ന് കൊച്ചിയിലേക്ക് വേറെ ഫ്ലൈറ്റ്. കൊച്ചിയിലെത്തുന്നത് 3 മണിക്ക് എങ്ങാണ്ടായിരുന്നു. 3 മണി ആ രാവിലെ സമയത്ത്. ആ ന്യൂയോർക്കിൽ നിന്ന് ബോംബെയിലേക്കുള്ള ഫ്ലൈറ്റ് വിമാനത്തിൻ്റെ അവിടെ, ബോംബെയിൽ നിന്ന് ന്യൂയോർക്കിൽ നിന്ന് ബോംബെയിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ അവിടെ, ന്യൂയോർക്കിൽ നിന്ന് ബോംബെയിലേക്കുള്ള ഫ്ലൈറ്റിൽ ഇങ്ങനെ മഹാബലിപുരന്നോ മാമല്ലപുരന്നോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം എൻ്റെ ഓർമ്മയിലുണ്ട്. കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ എനിക്ക് തോന്നുന്നു 6 മണി 7 മണി ഞങ്ങണ്ടായപ്പോഴങ്ങാണ്ട് വീട്ടിലെത്തിയത്. വളരെ രാവിലെ വീട്ടിലെത്തി. വളരെ എന്ന് പറയാൻ പറ്റില്ല, രാവിലെ വീട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് നേരെ കോളേജിൽ ക്ലാസ്സിന് പോയി. കോളേജിൽ കുറച്ച് മിഠായിയൊക്കെ ആയിട്ട് പോയി. എന്നിട്ട് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് മിഠായി കൊടുത്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് മിഠായി അലിഞ്ഞു പോയി. പിന്നെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഭയങ്കര ഉറക്കം വരുന്നു. ഞാൻ കുറച്ച് കണ്ണൊക്കെ എടുത്ത് ഉറങ്ങി. കാരണം സമയം, അവിടുത്തെ സമയം ഇവിടുത്തെ സമയം വ്യത്യാസമുണ്ടല്ലോ. അപ്പം അവിടെ വൈകുന്നേരം ആവും, രാത്രി ആവുന്ന സമയമാകുമ്പോൾ ഇവിടെ ഉറക്കം വരാൻ തുടങ്ങും. പിന്നെ വൈകുന്നേരം ബസ്സിലൊക്കെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കോളേജിൽ നിന്ന് ബസ്സിൽ പോന്നപ്പോൾ എനിക്ക് നല്ലപോലെ ഉറക്കം വരും. അവിടുത്തെ വൈകുന്നേരം ആകുമ്പോൾ, അതായത് ഇന്ത്യയിലെ വൈകുന്നേരം ആകുമ്പോൾ നല്ല ഉറക്കം വരും. അങ്ങനെ പിന്നെ 2 വർഷം അങ്ങനെ കോളേജിൽ പോയി. 2006 ഞാൻ ഈ പറയുന്ന സമയം. പിന്നെ 2007 2008 ആയപ്പോഴാണ് രണ്ടാമത് ഇങ്ങോട്ട് വരാൻ ഉള്ള സമയമായത്. ഡിസംബർ ആയപ്പോഴെങ്ങാണ്ട് ഇതിൻ്റെ കാലാവധി തീരുമായിരുന്നു, റീ എൻട്രി പെർമിറ്റിൻ്റെ. അപ്പോൾ അതിന് മുമ്പ് വരണ്ടേ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ വരുവാന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്കിളിൻ്റെ അടുത്തേക്ക് വിളിച്ചു. വിളിച്ചപ്പോൾ ആൻറ്റി എടുത്തത്. ആൻറ്റി പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ടൊന്നും വരുമൊന്നും വേണ്ട, നിങ്ങൾ ന്യൂയോർക്കിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഇവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് വരണ്ട, ന്യൂയോർക്കിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വിളിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ന്യൂയോർക്ക് ന്യൂജേഴ്സിയിലേക്കുള്ള ടിക്കറ്റ് രണ്ടാമതും എടുത്തു. രണ്ടാമത് പോകാനായിട്ട് ന്യൂയോർക്ക് ന്യൂജേഴ്സിയിലേക്ക് ടിക്കറ്റ് എടുത്തായിരുന്നു. പക്ഷെ അടുത്തായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ന്യൂയോർക്കിൻ്റെ അടുത്തായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പം വന്നില്ല. ടിക്കറ്റ് പിന്നെ മാറ്റേണ്ട വന്നില്ല. അപ്പം അത് ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ന്യൂയോർക്കിലുള്ള അങ്കിളിനെ വിളിച്ചു. അവർ വന്നത് 2006 ഏപ്രിലാണ് അമേരിക്ക എത്തിയത്. 2007 ഏപ്രില്, 2008 ഏപ്രില്. ഇപ്പം 2 വർഷം കഴിഞ്ഞിട്ടുള്ളൂ അവർ വന്നിട്ട്.
എന്നിട്ട് അവരോട് അടുത്തേക്ക് നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു. നമ്മൾ 3 പേര് പൊക്കോളാൻ പറഞ്ഞു. എന്ത് കാര്യത്തിനാണെന്ന് മനസ്സിലായില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു. ന്യൂയോർക്കിലുള്ള അങ്കിളിനെ വിളിച്ചപ്പോ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഓക്കെ അങ്ങോട്ട് വന്നോളാൻ പറഞ്ഞു. അതുകൊണ്ട് ആ വരവ് നടന്നു. അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്തേനെ. അങ്ങനെ എന്നിട്ട് പിന്നെ ഈ തവണ എയർ ഇന്ത്യ തന്നെയാണ് പോയത്. 2008 വന്നതും എയർ ഇന്ത്യ തന്നെയാണ്. ആ എയർ ഇന്ത്യ ബോംബെ, കൊച്ചി, ബോംബെ, ലണ്ടൻ, ന്യൂയോർക്ക്, അങ്ങനെയായിരുന്നു. അന്ന് കുറെ സാധനമൊക്കെ കെട്ടിപ്പറക്കി ഇങ്ങനെ പോന്നു. എന്താണെന്നോ എങ്ങനെയാണെന്നോ, ഇതാണല്ലോ നമ്മുടെ സഹായങ്ങൾ വരുന്നത്. എന്തൊക്കെ രീതിയിലുള്ള സഹായങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ പിന്നെ ഇങ്ങനെ ന്യൂയോർക്കിലുള്ള അങ്കിളിൻ്റെ അടുത്തേക്കാണെങ്കിൽ ന്യൂയോർക്കിൽ അങ്കിളിലേക്ക് പോയേക്കാന്ന് വിചാരിച്ച് അവിടെ ചെന്നു. അതായത് നമ്മളെ അങ്ങോട്ട് വിടുന്നത് എന്തിനാന്ന് മനസ്സിലായില്ല. ബെസ്റ്റ് ആൾക്കാരുടെ അടുത്തേക്കാണ്. അവര് വന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളിടത്തേക്ക് എന്നോട് പോകാൻ പറയുന്നു. പെങ്ങള് പിന്നെ തിരിച്ചു പോകാനുള്ളതാ, മമ്മിയും തിരിച്ചു പോകാനുള്ളതാ. ഞാൻ മാത്രമാണ് തിരിച്ചു പോകണ്ടാത്ത ആള്. എനിക്കാണ് 1 വേ ടിക്കറ്റ് ഉണ്ടായിരുന്നത്. ഭയങ്കര മാനസികമായിട്ട് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനത്തെ പ്രവൃത്തികൾ. എത്ര പൈസ മുടക്കിയാണ് ഈ ആദ്യം വന്നത്. പിന്നെ 2ാമത് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ന്യൂയോർക്കിൽ അങ്കിളുടെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞു. അങ്ങോട്ട് വരണ്ടാന്ന്, ഫിലാഡൽഫിയക്ക് വരണ്ടാന്ന് പറഞ്ഞു. നല്ല സ്വീകരണമല്ലേ? എങ്ങനെയുണ്ട്? ബോംബെയിൽ നിന്ന് കുറച്ച് ഫ്ലൈറ്റ് വൈകിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലണ്ടനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിച്ചായിരുന്നു. എയർപോർട്ടിന്റെ പുറത്തേക്കെന്നല്ല, വിമാനത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി ലണ്ടനിൽ അങ്ങനെ ചെയ്തു. കഴിഞ്ഞ 2006 കൂടെ പോയപ്പോൾ പാരീസ് വഴിയായിരുന്നു പോയത്. പാരീസിലാണെങ്കിൽ വിമാനത്തിനുള്ളിൽ തന്നെ ഇരിക്കണം. കുറച്ച് ക്ലീനിങ്ങോ അതാണ്ടൊക്കെ ആൾക്കാരൊക്കെ കുറച്ച് അതിൻ്റെ അകത്തേക്ക് കയറി വരികയും ചെയ്തായിരുന്നു. എന്ന് പറഞ്ഞാൽ വിമാനം അവിടെ നിർത്തി നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാം. അങ്ങനെ കുറച്ച് കറങ്ങി നടന്നിട്ട് തിരിച്ച് അതിൻ്റെ അകത്തേക്ക് കയറി. ലണ്ടനിൽ ചെന്നപ്പോൾ അവിടെ മൊബൈൽ ഫോണിന് റേഞ്ച് കിട്ടി. എനിക്ക് തോന്നുന്നു വോഡഫോണിൻ്റെ എന്തോ ഒരു UK എന്നോ അങ്ങനെ എങ്ങാണ്ട് ഒരു റേഞ്ച് അതിനകത്തേക്ക് വന്നു. എൻ്റെ ഫോൺ ഐഡിയയുടെ ഫോണായിരുന്നു. എനിക്ക്
റോമിങ് കിട്ടി. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അമേരിക്കയിൽ എത്തുമ്പോൾ റോമിങ് കിട്ടിക്കോളും, സൂപ്പർ എന്നൊക്കെ ഞാൻ കരുതി. അമേരിക്ക എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആ ഫോൺ അവിടെ വർക്ക് ചെയ്യുക, അമേരിക്ക വർക്ക് ചെയ്യില്ല, റോമിങ്ങും ഇല്ല, ഫോൺ വെറുതെ വേസ്റ്റായി, വെറുതെ ഒരു ഫോൺ എന്നുള്ള രീതിയിലായിപ്പോയി, ഒരു ഭാരമില്ലാത്ത സാധനമായിപ്പോയി. എന്നിട്ട് ഞാൻ മമ്മി തിരിച്ചു പോന്നപ്പോൾ മമ്മിയുടെ ഫോൺ കൊടുത്തു വിട്ടു. ആ ഫോണിൻ്റെ ഉപയോഗം എന്നാന്ന് എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ തിരിച്ചു വിട്ടത്. കാരണം ഇന്നായിരുന്നെങ്കിൽ ഫോണിൽ നമുക്ക് സമയം നോക്കാം, അലാറം വെക്കാം, കാൽക്കുലേറ്റർ ഉണ്ട്, റേഡിയോ ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഒരു ഫോണും ഇല്ലാത്ത ആളാണ് അതായത് വേറൊരു സാധനമേ ഇല്ല. അപ്പം ആ ഫോൺ എന്തിനു തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അത് വല്ലാത്തൊരു അബദ്ധമായിപ്പോയി. ആ ഫോണിപ്പോൾ എവിടെ പോയി എന്ന് പോലും അറിയില്ല. അതൊക്കെ എവിടത്തെങ്കിലും വലിച്ചെറിഞ്ഞ് കളഞ്ഞ് കാണും. അവനവൻ്റെ സാധനം അവനവൻ നോക്കിയില്ലെങ്കിൽ മറ്റുള്ളവർ നോക്കൂ. എനിക്കറിയില്ല അതെവിടെ പോയിന്ന്. ഞാനങ്ങ് ചോദിച്ചിട്ടുമില്ല. ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഇനി അടുത്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അങ്കിളിൻ്റെ വൈഫിൻ്റെ കസിൻ ബ്രദറും പിന്നെ അങ്കിളിൻ്റെ മകനും വന്നിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു വണ്ടിയിലാണ് അങ്കിളിൻ്റെ ഭാര്യയുടെ കസിൻ ബ്രദർ. അതിനകത്ത് ഇങ്ങനെ പോയിക്കോട്ടിരുന്നപ്പോൾ ബ്ലൂടൂത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. മൊബൈൽ ഫോൺ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാൻ കാറിൽ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൊള്ളാല സംഗതി, ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന കാര്യമാണ്. ഞാൻ കേട്ടിട്ട് പോലും ഇങ്ങനെ കാര്യമേ ഉണ്ടെന്ന്. ബ്ലൂടൂത്ത് പലരുടെയും ഫോണിൽ കൂടെ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചില ഫയലൊക്കെ ട്രാൻസ്ഫർ ചെയ്യാമെന്നും അറിയാമായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ ഈ സംസാരിക്കാമെന്നും പറ്റി എനിക്കറിയൊന്നുമില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നോക്കിയയുടെ ഒരു ഫോണായിരുന്നു. ആ ഫോണിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല. ബ്ലൂടൂത്ത് ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ബ്ലൂടൂത്ത് ഇല്ലായിരുന്നു. ഭയങ്കര ഒരു കളറിൻ്റെ ഒരു ഡിസ്പ്ലേ ആയിരുന്നു. എങ്കിൽ പോലും കാര്യമായിട്ടൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റില്ല, ക്യാമറ ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു ഫോണാണ്. പക്ഷെ റേഡിയോ ഉണ്ടായിരുന്നു. പിന്നെ ന്യൂജേഴ്സിയിൽ നിന്ന് അവർ പെട്രോൾ ഒഴിച്ചായിരുന്നു അന്ന്, അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഷെല്ലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പില്ല. ഷെല്ല് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇന്ന് ആലോചിക്കുമ്പോൾ. കഴിഞ്ഞിട്ട് പിന്നെ ആ അങ്കിള് മറ്റേ പുള്ളിക്കാരൻ, അതായത് കസിൻ ബ്രദർ, അങ്കിളിൻ്റെ വൈഫിൻ്റെ കസിൻ ബ്രദർ എന്തൊക്കെയോ സംസാരിച്ചായിരുന്നു. പുള്ളിയുടെ കാറിലാണ് അങ്കിളിൻ്റെ അപ്പാർട്ട്മെൻറ്റ് വരെ വന്നത്.